ഹലോ എവ്രി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇനി നമ്മളതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഫൊറിയർ കൊസൈൻ ആൻഡ് സൈൻ ട്രാൻസ്ഫോമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്തപ്പോൾ അതിന് ഒരു ഫോമുല, ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമുല എല്ലാം പഠിച്ചു. ഇനി ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൽ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വിൽ ബി ഡിഫൈൻഡ് ഇൻ ദ ഇൻറ്റർവൽ 0-∞. ഓക്കെ, അപ്പോൾ അത് കാണാനുള്ള ഫോമുല നമ്മൾ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് സഫിക്സ് ആയിട്ട് ഇവിടെ ഒരു സി എഴുതുന്നുണ്ട്. അപ്പോൾ അത് കൊസൈൻ ആണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാനാണ്. സോ എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു √2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0-∞ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇതാണ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് കാണാനുള്ള ഫോമുല. അതുപോലെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ നൊട്ടേഷൻ ഇങ്ങനെ നമുക്ക് ഒന്നുകിൽ ക്യാപിറ്റൽ എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം, അതല്ല എങ്കിൽ സ്മോൾ എഫ് സി ഓഫ് ഒമേഗ ക്യാപ്പ്, ഈ ഒരു രീതിയിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ആദ്യം നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്തപ്പോൾ ഇൻ്റഗ്രൽ -∞ to ∞ അങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അവിടെ റൂട്ടിന് മുമ്പ് 1/√2π ആയിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് ഇൻ്റർവൽ ഡിഫൈൻ ചെയ്യുന്നത് 0-∞ ആണ്. അതായത് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുന്നത് 0-∞ ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഫ്രം 0-∞ ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു 2 ടൈംസ് ഇൻ്റഗ്രൽ 0-∞, ഫംഗ്ഷൻ ഈവൺ ഫംഗ്ഷൻ ആകുമ്പോൾ 2 ടൈംസ് 0-∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഈ -∞ to ∞നെ 0-∞ ആക്കുമ്പോൾ ഒരു *2 വരും. അപ്പോൾ അവിടെ 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിനെ -∞ to ∞ എന്നുള്ളതിനെ 0-∞ ആക്കുമ്പോൾ 2/√2π എന്നാണ് വരിക. അപ്പോൾ ഈ 2ഉം ഈ √2ൽ ഒരു √2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ മുകളിൽ √2 എന്ന് വരും. അങ്ങനെയാണ് ഇവിടെ √2/√π എന്നുള്ളതാണ് ഈ വന്നിരിക്കുന്നത്. സോ എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു √2/π ഇൻ്റഗ്രൽ 0-∞ എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ ഈ ഫോമുല ഓർത്തിരിക്കുക. ഇതാണ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം നമുക്ക് എഫ് സി ക്യാപ്പ് ഓഫ് ഒമേഗ അറിയാമെങ്കിൽ നമുക്കതിൻ്റെ ഒറിജിനൽ ഫംഗ്ഷൻ കാണാൻ ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഫോമുല എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു √2/π ഇൻ്റഗ്രൽ 0-∞ എഫ് സി ക്യാപ്പ് ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് ആദ്യം ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒറിജിനൽ ഫംഗ്ഷൻ കിട്ടാനാണ് ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ തന്നെ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമും നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്ത അതേ രീതിയിൽ അവിടെ സൈൻ ആകുമ്പോൾ നൊട്ടേഷനിൽ എസ് ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് സൈൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മളിവിടെ ഒരു സഫിക്സ് ആയിട്ട് എസ് എഴുതുന്നത്. എഫ് എസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു √2/π ഇൻ്റഗ്രൽ 0-∞ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അതുപോലെ അതിൻ്റെ വേറൊരു നൊട്ടേഷനാണ് സ്മോൾ എഫ് എസ് ക്യാപ്പ് ഓഫ് ഒമേഗ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നൊട്ടേഷനും നോട്ട് ചെയ്ത് വയ്ക്കുക, ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒറിജിനൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ ഇൻവേഴ്സ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഫോമുല എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു √2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0-∞ എഫ് എസ് ക്യാപ്പ് ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പോൾ ഈ 4 ഫോമുലകളും, അതായത് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം കാണാൻ ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം കാണാനും അതുപോലെ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം കാണാനും ഇൻവേഴ്സ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമും, ഈ 4 ഫോമുലയും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം പഠിച്ചത് ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. ഫൊറിയർ ട്രാൻസ്ഫോം കാണാനുള്ള ഫോമുല എന്തായിരുന്നു? 1/√2π ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഇൻറ്റു e⁻i ഒമേഗ എക്സ് ഡി എക്സ് ആയിരുന്നു. അതേസമയം ഇവിടെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമും സൈൻ ട്രാൻസ്ഫോമും ഒക്കെ വരുമ്പോൾ ഈ ലിമിറ്റ് -∞ to ∞ എന്നുള്ളത് മാറിയിട്ട് ഇൻ്റഗ്രൽ 0-∞ ആവും. അതുപോലെ ഈ 1/√2π എന്നുള്ളതിന് പകരം √2/π ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇൻ്റഗ്രൽ 0-∞ എഫ് ഓഫ് എക്സ്, പിന്നെ കൊസൈൻ ട്രാൻസ്ഫോം ആണെങ്കിൽ അതിൻ്റെ കൂടെ കോസ് ഒമേഗ എക്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, കോസ് ഒമേഗ എക്സ് ഡി എക്സ്.
അതുപോലെ സൈൻ ട്രാൻസ്ഫോം ആണെങ്കിൽ ഈ കോസ് ഒമേഗ എക്സിന് പകരം സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇത്രയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഈ 4 ഫോമുലയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമുക്കത് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫൈൻഡ് ദ ഫോറിയർ കൊസൈൻ ആൻഡ് സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നോക്കൂ, 2 ഇൻ്റർവെല്ലായിട്ടാണ് കെ. ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ, അതായത് 0 to എയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ കെ ആണ്. ആൻഡ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ വാല്യൂ ഓഫ് ഫംഗ്ഷൻ ഇസ് 0. അപ്പോൾ നമുക്കിവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് നമുക്കറിയാം 0 to എ എന്നുള്ള ഇൻ്റർവെല്ലിൽ മാത്രമേ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ കെ. അവിടെ നിന്ന് അങ്ങോട്ട് എക്ക് ശേഷമുള്ള എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇവിടെ ആദ്യം ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കാണാം. എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, അതിൻ്റെ വേറൊരു നൊട്ടേഷനാണിത്, എഫ് സി ക്യാപ്പ് ഓഫ് ഒമേഗ വിച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എടുക്കണ്ട, കാരണം ഇവിടെ 0 to എയിൽ മാത്രമേ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ. അപ്പോൾ 0 to എ ആൻഡ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ് കെ അല്ലേ, കെ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. പിന്നെ ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. കെ കോൺസ്റ്റൻ്റ് ആണ് വിച്ച് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. സോ സ്ക്വയർ റൂട്ട് ഓഫ് 2/π ഇൻറ്റു കെ, then cos omega x into integral sin omega x by omega, and its limits are 0 to a. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും, സൈൻ ഒമേഗ എ ബൈ ഒമേഗ എന്ന് വരും, മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പോൾ സൈൻ 0 വിച്ച് ഇസ് 0. സോ യു വിൽ ഗെറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് 2/π കെ ഇൻറ്റു സൈൻ എ ഒമേഗ ബൈ ഒമേഗ. ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഫൈൻഡ് ദ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം fs of f of x, which is also represented as fs of omega cap, which is equal to square root of 2/π, limits same ആണ് 0 to a, ഫംഗ്ഷൻ്റെ വാല്യൂ k, then sin omega x dx. അപ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ കെ കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ സൈൻ ഒമേഗ എക്സിൻ്റെ വാല്യൂ മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ, ആൻഡ് ഇറ്റ്സ് ലിമിറ്റ്സ് ആർ 0 to a. അപ്പോൾ അപ്പർ ലിമിറ്റ് എ കൊടുത്താൽ മൈനസ് കോസ് ഒമേഗ എ ബൈ ഒമേഗ എന്ന് വരും. അതുപോലെ തന്നെ ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ കോസ് 0 വിച്ച് ഇസ് 1. അപ്പോൾ മൈനസ് 2 മൈനസ് ഉള്ളപ്പോൾ +1 ആണ് വരിക. അതുകൊണ്ടാണ് ഇവിടെ 1 മൈനസ് കോസ് ഒമേഗ എ ബൈ ഒമേഗ എന്ന് എഴുതിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമും സൈൻ ട്രാൻസ്ഫോമും കാണാം. അടുത്ത ക്വസ്റ്റ്യൻ ഏകദേശം ഇതേപോലെ തന്നെയാണ്. ഫൈൻഡ് ദ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. Here the value of function is f of x is equal to x in the interval 0 to 2. അതായത് എക്സിൻ്റെ വാല്യൂ 0 to 2ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് ആണ്, ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 2ൽ 0യും. അപ്പോൾ നമുക്ക് 0 to ഇൻഫിനിറ്റി ഫുള്ളായിട്ട് ഈ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എടുക്കണ്ട, കാരണം 0 to 2ൽ മാത്രമേ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ, 2ന് ശേഷം 0 ആണ്. സോ എഫ് സി ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 to 2, ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ് എക്സ്, എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, മുമ്പ് ചെയ്തിട്ടുള്ള അതേപോലെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്. അതായത് ഇവിടെ എക്സ് ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ, പിന്നെ മൈനസ് ആണ് വരിക, ദെൻ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് എക്സിൻ്റെ, ഈ ഒരു എക്സിൻ്റെ ഈ ഫസ്റ്റ് ഇവിടെ വരുന്നതിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, പിന്നെ രണ്ടാമത് ഈ ഒരു സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗയുടെ ഇൻ്റഗ്രൽ, അപ്പോൾ മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ സ്ക്വയർ എന്ന് വരും. ആ മൈനസ് കൂടിയിട്ടാണ് ഞാനിവിടെ പ്ലസ് ഇട്ടിരിക്കുന്നത് കേട്ടോ, ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയതാണ്. ആൻഡ് ഇറ്റ്സ് ലിമിറ്റ്സ് ആർ ഫ്രം 0 to 2. അപ്പോൾ അപ്പർ ലിമിറ്റ് 2 കൊടുത്താൽ ആദ്യം അപ്പർ ലിമിറ്റ് 2 ആണ് കൊടുക്കുന്നത്. സോ 2 സൈൻ 2 ഒമേഗ ബൈ ഒമേഗ പ്ലസ് കോസ് 2 ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ എന്ന് വരും. പിന്നെ 0 കൊടുത്താൽ ഇവിടെ ഒരു എക്സ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു സൈൻ 0, ആ വാല്യൂ 0 ആയിട്ട് പോകും. ആൻഡ് അടുത്തത് മൈനസ് കോസ് 0 1 ആണ്, അപ്പം 1 ബൈ ഒമേഗ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഫംഗ്ഷൻ്റെ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കാണാം. അടുത്ത ക്വസ്റ്റ്യനുള്ള അതേപോലെ തന്നെയാണ്. ഇവിടെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആണ്. തേർഡ് ക്വസ്റ്റ്യനിൽ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എക്സ് ആൻഡ് എ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് ഇ റേസ് ടു മൈനസ് എ എക്സ് ആണ്. അപ്പോൾ
Fourier sine transform കാണുമ്പോൾ root 2 by pi. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 to infinity തന്നെ ഉണ്ട്, ഫുൾ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to infinity e raised to minus ax ആണ് ഫംഗ്ഷൻ, ദെൻ sin omega x dx. നമ്മൾ മുമ്പ് പഠിച്ചതാണ് അല്ലേ. ഇൻ്റഗ്രൽ e raised to ax sin bx വരുവാണെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ഫോർമുല e raised to ax by a square plus b square into minus a sin bx minus b cos bx. അപ്പോൾ ആ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ എ എന്ന് പറയുന്നിടത്ത് മൈനസ് എ ആണ്, അതുപോലെ ബി എന്ന് പറയുന്നിടത്ത് ഒമേഗയും ആണ്. അപ്പോൾ രണ്ടും ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ ഈ ഫോർമുലയൊക്കെ വെച്ച് ഒരുപാട് പ്രോബ്ലംസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ e raised to minus ax by a square plus omega square, then minus a sin omega x minus omega cos omega x. അപ്പോൾ എക്കും ബിക്കും വാല്യൂ ഫോർമുലയിലുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് യു ഹാവ് ടു അപ്ലൈ ദ ലിമിറ്റ് 0 to infinity. അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുത്താൽ e raised to minus infinity which is 0. സോ ആ വാല്യൂ മൊത്തം 0 ആയിട്ട് പോകും. ദെൻ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 by a square plus omega square എന്ന് വരും. പിന്നെ അഗെയിൻ സൈൻ ഒമേഗ എക്സിന് 0 കൊടുത്താൽ സൈൻ 0 0 ആണ്. മൈനസ് ഒമേഗ കോസ് ഒമേഗ എക്സ്. അപ്പോൾ അവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ മൈനസ് ഒമേഗ ഇൻറ്റു 0 കോസ് 0 ഇസ് 1. അപ്പോൾ മൈനസ് ഒമേഗ എന്ന് വരും. അപ്പോൾ ലോവർ ലിമിറ്റിൻ്റെ മൈനസും പിന്നെ ഇവിടെയുള്ള മൈനസും കൂടെ പ്ലസ് ആവും. സോ വിച്ച് ഇസ് റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു ഒമേഗ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആ ഫോർമുലാസൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് മോഡ് എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ നോക്കുക, ഇ റേസ് ടു മൈനസ് മോഡ് എക്സ് ആണ്. ആൻഡ് ഹെൻസ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to infinity ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ 1 plus ഒമേഗ സ്ക്വയർ ഡി ഒമേഗ. അപ്പോൾ ഇവിടെ ആദ്യം ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കാണാൻ പറഞ്ഞിട്ടുണ്ട്, അത് വെച്ച് ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നമുക്ക് കാണാം. അതിനുശേഷം ഈ ഒരു ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞ ഇൻ്റഗ്രൽ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു ഫോറിയർ സൈൻ ട്രാൻസ്ഫോമോ അല്ലെങ്കിൽ കൊസൈൻ ട്രാൻസ്ഫോമോ ഏതെങ്കിലും കാണാനും അത് വെച്ച് ഹെൻസ് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റഗ്രൽ തരുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇൻവേഴ്സ് ആണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. നമ്മളിതിന് മുമ്പ് ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, നോക്കൂ. അപ്പോൾ ആദ്യം ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കാണാം. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എന്താണ്? എഫ് എസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 by pi. ഇവിടെ ഇൻ്റഗ്രൽ 0 to infinity. അതുപോലെ തന്നെ ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇ റേസ് ടു മൈനസ് മോഡ് എക്സ് ആണ്. പക്ഷെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഇൻ്റഗ്രൽ 0 to infinity ആണ് അല്ലേ. 0 to infinity എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 0 to infinity മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് തന്നെയാണ്. നെഗറ്റീവ് വരുമ്പോഴാണ് മോഡ് എക്സിൻ്റെ വാല്യൂ മൈനസ് എക്സ് ആവുന്നത്. പോസിറ്റീവ് വാല്യൂസിൽ മോഡ് എക്സിൻ്റെ വാല്യൂ എക്സ് തന്നെയാണ്. സോ 0 to infinity നമ്മുടെ മോഡ് എക്സ് എന്നുള്ളതിന് എക്സ് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഇ റേസ് ടു മൈനസ് മോഡ് എക്സ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് തന്നെയായിട്ട് മാറും. അതുകൊണ്ടാണ് ഇവിടെ മോഡ് ഒഴിവാക്കിയിട്ട് വെറും മൈനസ് എക്സ് ഇട്ടിരുന്നത്. ഇത് അതേസമയത്ത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ള ഇൻ്റർവെല്ലിൽ വരുന്ന പ്രോബ്ലം നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം ചെയ്തപ്പോൾ ചെയ്തതാണ്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? മൈനസ് ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ വേറെ കൊടുക്കുക, ദെൻ പ്ലസ് 0 to infinity വേറെ വാല്യൂ വരും. അപ്പോൾ ആ രീതിയിൽ ചെയ്യണം. ആ രീതിയിലുള്ള പ്രോബ്ലം നമ്മളത് ഡിസ്കസ് ചെയ്തപ്പോൾ ചെയ്തതാണ്. ഇവിടെ പക്ഷേ ഇൻ്റർവെൽ 0 to infinity മാത്രമാണ്. സോ ഈ മൈനസ് ഓഫ് മോഡ് എക്സ് എന്നുള്ളതിന് പകരം മൈനസ് എക്സ് തന്നെ എഴുതിയാൽ മതി. then we can just substitute that formula. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ അതേപോലെ ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് എന്നുള്ള ഫോമാണുള്ളത്. അതിൻ്റെ ഫോമുല ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 1 plus ഒമേഗ. ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് ഒമേഗയാണ്. സോ 1 plus ഒമേഗ സ്ക്വയർ മൈനസ് സൈൻ ഒമേഗ എക്സ് മൈനസ് ഒമേഗ കോസ് ഒമേഗ എക്സ്. അതുപോലെ ലിമിറ്റ്സ് 0 to infinity. അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആൻഡ് ലോവർ ലിമിറ്റ് ഇ റേസ് ടു 0 1 ആണ്. അപ്പോൾ 1 by 1 plus ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ പാർട്ട് വരുന്നത് 0 ആവും.
ഇവിടെ മൈനസ് ഒമേഗ കോസ് 0, അപ്പോൾ മൈനസ് ഒമേഗ വരും. പിന്നെ ഓൾറെഡി ലോവർ ലിമിറ്റിൻ്റെ മൈനസ്, അത് രണ്ടും കൂടെ പ്ലസ് ആയി. സോ യു വിൽ ഗെറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം നമ്മൾ കണ്ടു. ഇനി എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഹെൻസ് ഇവാലുവേറ്റ്, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സംഭവം നോക്കൂ. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇതൊക്കെ ഇവിടെ കിട്ടിയതിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് ഈ ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ യൂസിങ് ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം എന്തായിരുന്നു ഫോർമുല? f of x is equal to square root of 2/π integral 0 to infinity fs cap of omega into sin omega x d omega അല്ലേ? അപ്പോൾ ഇവിടെ ഓൾറെഡി fs cap of omega ആണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ റൂട്ട് 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി fs cap of omega ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ് അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു പിന്നെ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പോൾ ഈ ഒരു സ്ക്വയർ റൂട്ട് ഓഫ് 2/π പുറത്തെടുത്താൽ 2/π എന്ന് വരും. ദെൻ ഇൻ്റഗ്രൽ ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ. ഇതായിരുന്നു നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതിന് ആ സൈഡിൽ വെക്കുക. ഇപ്പുറത്ത് ഇൻ്റഗ്രലിന് പുറത്തുള്ള 2/πന് അപ്പുറത്തേക്കും ഷിഫ്റ്റ് ചെയ്യുക. സോ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഈസ് ഈക്വൽ ടു π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് നമുക്കറിയാമല്ലോ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്താണ്? ഇ റേസ് ടു മൈനസ് മോഡുലസ് ഓഫ് എക്സ്. സോ ദ ആൻസർ ഇസ് π/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് മോഡുലസ് ഓഫ് എക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോറിയർ ട്രാൻസ്ഫോം കണ്ടതിന് ശേഷം ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഇൻ്റഗ്രൽ കാണാം. അപ്പോൾ അതേ രീതിയിൽ ചെയ്യാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക, ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യനിലൊക്കെ നോക്കൂ. ഇവിടെ 0 ടു 1 1 എന്നുള്ള വാല്യൂ ആണ്, 1 ടു 2 -1 ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം 0 ടു 1 ഫംഗ്ഷൻ്റെ വാല്യൂ 1 കൊടുത്തിട്ട് 1 ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ചെയ്യുക. ദെൻ പ്ലസ് അടുത്ത ഇൻ്റഗ്രൽ 1 ടു 2 ആണ്. അപ്പോൾ 1 ടു 2 അവിടെ -1 കൊടുത്തിട്ടും ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും ഒക്കെ നോക്കാം. ആദ്യത്തെ പ്രോപ്പർട്ടി ലീനിയാരിറ്റി പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ലീനിയാരിറ്റി പ്രോപ്പർട്ടി പറഞ്ഞിരുന്നു. അതേ പ്രോപ്പർട്ടീസൊക്കെ ഈ ഒരു ഫോറിയർ ട്രാൻസ്ഫോമിലും ഉണ്ട്. അതായത് എയും ബിയും രണ്ട് കോൺസ്റ്റൻസും എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് രണ്ട് ഫംഗ്ഷൻസും ആണെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ്. ഈ പ്രോപ്പർട്ടി അതിൻ്റെ കൊസൈൻ ട്രാൻസ്ഫോമിനും സൈൻ ട്രാൻസ്ഫോമിനും അപ്ലൈ ചെയ്യാം. അതായത് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആയാലും ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആയാലും രണ്ടും എന്താണ്? ലീനിയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ വരുന്ന വേറൊരു ഭാഗമാണ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ്. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം നമുക്കറിയാമെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കാണാൻ കുറച്ച് ഫോർമുലാസ് ഉണ്ട്. അതായത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ഐ ഒമേഗ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡബിൾ ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ഐ ഒമേഗ ദ സ്ക്വയർ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ജനറലി നമുക്ക് എന്ത് പറയാം? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഐ ഒമേഗ ഹോൾ റേസ് ടു n ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം അറിയാമെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കാണാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ കാണിക്കാം. ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ ഫോറിയർ ട്രാൻസ്ഫോം കാണാൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതല്ല എങ്കിൽ ഈ ഒരു രീതിയിൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ ഈ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ നോക്കുക. നമുക്കറിയാം ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വരിക?
ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 2x dx അല്ലേ, ആ ഒരു രീതിയിലാണ് വരിക. അപ്പോൾ ഇവിടെ ഓൾറെഡി ഈ എക്സും ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ആ ഒരു ഫോമുലാണ് വരുന്നത്. സോ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഡാഷ് ഇട്ടത്. ഓക്കെ, അവിടെ നിന്ന് ഈ -2 മാത്രമേ പിന്നെ എക്സ്ട്രാ വരുന്നുള്ളൂ. അത് അപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്താകും, അപ്പോൾ ഇവിടെ -1/2 വരും. അപ്പോൾ വി ക്യാൻ റൈറ്റ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് -1/2 ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് അല്ല, ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവിൻ്റെ കൂടെ -1/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇനി ഇവിടെ തന്നെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ -1/2 കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുക്കാം. -1/2 ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവിൻ്റെ കാണാനൊരു ഫോമുല പറഞ്ഞിരുന്നു, i⍵ ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ സെപ്പറേറ്റ് ചെയ്ത് കാണാം, അതല്ല എങ്കിൽ നമുക്കൊരു ഡയറക്റ്റ് ഫോമുലയുണ്ട്, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എ എക്സ് സ്ക്വയർ കാണാം, വിച്ച് ഇസ് 1/√2a ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4a. ഓക്കെ, ഈ ഒരു ബ്രാക്കറ്റിലിട്ടിരിക്കുന്ന ഈ ഒരു ഫോമുല ഇതൊരു ജനറൽ റിസൾട്ടാണ്, ഒന്നുകിൽ ഇത് പഠിക്കാം, അതല്ല എങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണാം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ ആ ഒരു ഞാനിവിടെ ആ ഒരു ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. 1/√2a, ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. എ എന്ന് പറയുന്നത് 1 ആണ്. സോ 1/√2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4a. 4 എന്ന് പറയുമ്പോൾ 4 × 1. സോ യു വിൽ ഗെറ്റ് -1/2 ഇൻറ്റു i⍵ ഇൻറ്റു 1/√2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4. ഇതെന്ത് വരും, -i⍵/2√2 ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4. ഓക്കെ, അപ്പോൾ ഈ ഒരു ജസ്റ്റ് ആ ഒരു ഫോമുല യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ കാണിച്ചതാണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. സാധാരണ ഈ ഒരു മൊഡ്യൂളിൽ ഫൊറിയർ ട്രാൻസ്ഫോമും ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമും സൈൻ ട്രാൻസ്ഫോമും അതുപോലെ തന്നെ ഫൊറിയർ ഇൻ്റഗ്രൽ, സൈൻ ഇൻ്റഗ്രലും കൊസൈൻ ഇൻ്റഗ്രലും ആ ഒരു ക്വസ്റ്റ്യൻസേ കാണാറുള്ളൂ. ഈ ഒരു ഫോമുല ഈ ഒരു സെക്ഷൻ ജസ്റ്റ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആ ഒരു ഫോമുലയും അതുപോലെ തന്നെ അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിളും കാണിച്ചതാണ്. അതുപോലെ തന്നെ കുറച്ച് ഫൊറിയർ കൊസൈനും സൈനും ട്രാൻസ്ഫോമും യൂസ് ചെയ്തിട്ടുള്ള അതിൻ്റെയൊക്കെ ഡെറിവേറ്റീവ്സിൻ്റെ കുറച്ച് ഫോമുല ഉണ്ട്. അതൊക്കെ ഈ ഒരു ഫോമുലയൊക്കെ ഒരുപാട് ഫോമുലാസ് ഉണ്ട്. അപ്പോൾ ഇത് ഒന്നും പൊതുവേ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങളുടെ സിലബസിൽ ഈ ഒരു ടോപ്പിക്ക് എടുത്ത് പറഞ്ഞതുകൊണ്ട് അതൊന്ന് നോക്കിയേക്കാം. നോക്കൂ, ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് എക്സ് കാണാൻ ഒമേഗ ഇൻറ്റു ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് റൂട്ട് ഓഫ് 2/π ഇൻറ്റു എഫ് ഓഫ് 0. അപ്പോൾ ഫൊറിയർ സൈനും കൊസൈനും തമ്മിലുള്ള റിലേഷനാണ്. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് റൂട്ട് ഓഫ് 2/π ഇൻറ്റു എഫ് ഓഫ് 0. അതുപോലെ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇനി തിരിച്ച് ഡബിൾ ഡാഷ് വരുമ്പോൾ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡബിൾ ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് എക്സ് മൈനസ് റൂട്ട് ഓഫ് 2/π ഇൻറ്റു എഫ് ഡാഷ് 0. അതുപോലെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡബിൾ ഡാഷ് എക്സിന് അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി എഫ് എസ് ഓഫ് എഫ് ഡാഷ് എക്സിന് ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു ഫോമുല കിട്ടിയിട്ടുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും, മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് റൂട്ട് 2/π എഫ് ഡാഷ് ഓഫ് 0. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമുല. അതുപോലെ തന്നെ ഇനി സൈൻ ട്രാൻസ്ഫോമിൽ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡബിൾ ഡാഷ് എക്സിനപ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എഫ് എസ് ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് 2/π ഇൻറ്റു ഒമേഗ ഇൻറ്റു എഫ് ഓഫ് 0. അപ്പോൾ ഈ ഒരു 4 ഫോമുലാസ്, ഓക്കെ, ഈ രണ്ടും അതുപോലെ ഈ വരുന്ന 2 ഫോമുലയും.
അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. കാരണം സിലബസിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടൊന്നും കണ്ടിട്ടില്ല ഈ ഒരു പാർട്ടിൽ നിന്നും. അപ്പോൾ ഏതായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കൂ. ജസ്റ്റ് അതെങ്ങനെയാണ് വരുന്ന ഒരു എക്സാമ്പിൾ കാണിക്കാം. ഫൈൻഡ് ദ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എ എക്സ് യൂസിങ് ഡെറിവേറ്റീവ്സ്. അതായത് ഇപ്പോൾ ഈ ഡെറിവേറ്റീവ്സ് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം യൂസിങ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞതാണ്. അതല്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇ റേസ് ടു മൈനസ് എ എക്സിൻ്റെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ. ഫോർമുല യൂസ് ചെയ്ത് ഡയറക്റ്റ് കാണാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്, ഇ റേസ് ടു മൈനസ് എ എക്സ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കാണാം, എഫ് ഡാഷ് എക്സ്. ഇ റേസ് ടു മൈനസ് എ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ എക്സ്. അതുപോലെ ഡബിൾ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ എക്സ് അല്ലേ. മൈനസ് എ ഇൻറ്റു മൈനസ് എ എന്ന് വരും. അപ്പോൾ എ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ എക്സ്. അപ്പോൾ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും, ഈ എ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉപയോഗിച്ച് പുറത്തെടുക്കാം. അപ്പോൾ എ സ്ക്വയർ ഇൻറ്റു ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എ എക്സ്. ഓക്കെ, സോ എഫ് സി ഓഫ് എഫ് ഡബിൾ ഡാഷ് എക്സ്, ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡബിൾ ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എ എക്സ്. ഇനി നമുക്ക് ആ ഫോർമുല യൂസ് ചെയ്യാം. അതായത് എഫ് സി ഓഫ് എഫ് ഡബിൾ ഡാഷ് എക്സിന്, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡബിൾ ഡാഷ് എക്സിന് നമ്മൾ ഈ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം. എഫ് സി ഓഫ് എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് റൂട്ട് 2/π ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0. ആ ഫോർമുലയാണ് നമ്മൾ ഇനി യൂസ് ചെയ്യുന്നത്. മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എഫ് സി ഓഫ് ഇ റേസ് ടു മൈനസ് എ എക്സ് മൈനസ് റൂട്ട് 2/π ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0. എഫ് ഡാഷ് ഓഫ് 0 വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ഓൾറെഡി നമുക്കറിയാം, എ സ്ക്വയർ ഇൻറ്റു എഫ് സി ഓഫ് ഇ റേസ് ടു മൈനസ് എ എക്സ്. ഇനി ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ വരിക, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എ മൈനസ് എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ എക്സ് ആണ്. അപ്പോൾ 0 കൊടുത്താൽ മൈനസ് എ ഇൻറ്റു ഇ റേസ് ടു 0 1 ആണ്. സോ എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് മൈനസ് എ ആണ്. സോ ഇവിടെ എ ഈ ഒരു ഇതിൽ ഇവിടെ മൈനസ് എ എന്ന് വരും. സോ വിച്ച് ഇസ് റൂട്ട് 2/π ഇൻറ്റു എ, മൈനസും മൈനസും പ്ലസ് ആയി റൂട്ട് 2/π ഇൻറ്റു എ എന്ന് വരും. അതുപോലെ ഈ രണ്ട് സൈഡിലും എഫ് സി ഓഫ് ഇ റേസ് ടു മൈനസ് എ എക്സ് ഉള്ളത് ഒരു സൈഡിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക. അപ്പോൾ ഇതിനെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എഫ് സി ഓഫ് ഇ റേസ് ടു മൈനസ് എ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു അപ്പുറത്തെ സൈഡിൽ അപ്പോൾ എന്താ വരിക, എ ബൈ റൂട്ട് 2/π. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം, എഫ് സി ഓഫ് ഇ റേസ് ടു മൈനസ് എ എക്സ് മാത്രം അപ്പുറത്ത് നിർത്തുക. ഈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറിനെ അഗെയിൻ അപ്പുറത്തെ സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുക. അപ്പോൾ എഫ് സി ഓഫ് ഇ റേസ് ടു മൈനസ് എ എക്സ് ഇസ് ഈക്വൽ ടു എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2/π. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ഫോർമുല യൂസ് ചെയ്ത് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടു എന്നേ ഉള്ളൂ കേട്ടോ. അതേ പ്രോബ്ലം തന്നെ നമ്മൾ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കാണാൻ നമുക്ക് സാധാരണ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല യൂസ് ചെയ്ത് കണ്ടാലും മതി. ഞാനിതിങ്ങനെ ഒരു റിസൾട്ട് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞതുകൊണ്ട് അത് വെച്ചിട്ടുള്ളൊരു രീതിയിൽ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു 4-5 ഫോർമുലാസൊക്കെ ഓർത്തിരിക്കാൻ കഴിയുന്നവർ ഓർത്തിരിക്കുക. അതല്ലെങ്കിൽ പൊതുവേ സാധാരണ ചോദിക്കാറ് ഇല്ല ഈ ഒരു ടോപ്പിക്കൊന്ന്. അപ്പോൾ ഏതായാലും കഴിയുന്നവരൊക്കെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. ബൈ.